ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഫർഗാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ഹെൽത്തിലെ മെയിൻ ക്യാമ്പസിലാണുള്ളത്. എൻ്റെ കൂടെ ഉള്ളത് റമീസ, ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. മോള് വരുന്ന മലപ്പുറത്തുനിന്നാണ് അല്ലേ? ഓക്കെ, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? സുഖമായിരിക്കുന്നു. മോളെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഫർഗാന ചൂസ് ചെയ്തത്? ഒരൊട്ട നീറ്റ് റിപ്പീറ്റ് ചെയ്തതായിരുന്നു, പക്ഷെ എക്സ്പെക്ട് ചെയ്ത അത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്ത് ചെയ്യുന്ന ഒരുപാട് ചിന്തിച്ചു. പിന്നെ നാട്ടിൽ ഒരുപാട് കോളേജസ് ഒക്കെ നോക്കിയായിരുന്നു, പക്ഷെ അത്ര അഫോർഡബിൾ അല്ല. പിന്നെയാണ് വിക എഡ്യൂക്കേഷന്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഫീസിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി. സോ ഇങ്ങോട്ട് വന്നു. ഇപ്പൊ ഹാപ്പി ആണോ മോളെ ഇവിടെ വന്നിട്ട്? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ? ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഭയങ്കര കാമാണ്. അതുപോലെ പ്ലേസസ് ആണെങ്കിലും ഇവിടുത്തെ പീപ്പിൾസ് ആണെങ്കിലും എല്ലാവരും അടിപൊളിയാണ്. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. എല്ലാവരും എന്ത് ഹെൽപ്പിനും. ഓക്കെ, ലോക്കൽസ് ഒക്കെ എങ്ങനെയാ മോളെ? നിങ്ങളിപ്പോ ഫസ്റ്റ് വന്ന ടൈം ലോക്കൽസ് ഒക്കെ എങ്ങനെയാ നിങ്ങളുടെ അടുത്തുള്ള ഒരു ബിഹേവിയർ? എല്ലാവരും നല്ല രീതിയിലാണ് സംസാരിക്കുന്നതാണെങ്കിലും നമ്മള് കാണുമ്പോ എവിടുന്നാ വരുന്നത്, നമ്മളായിട്ട് ഫോട്ടോ എടുക്കുക, എല്ലാരും ഭയങ്കര ഒരു സെലിബ്രിറ്റി ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ കോളേജ് ലൈഫ്? എങ്ങനെ പോകുന്നുണ്ടോ? എക്സ്പെക്ട് ചെയ്ത രീതിയിൽ കോളേജ് ലൈഫ് പോകുന്നുണ്ടോ, അതോ അതിന് മേളിലാണോ കോളേജ് ലൈഫ് പോകുന്നത്? കോളേജൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത്. നമുക്ക് മലയാളി ഫാക്കൽറ്റീസും ഉണ്ട്. ഇപ്പോ രോഹിത് സാറ് അനാട്ടമി എടുക്കുന്നത്, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാനാണെങ്കിൽ. അതുപോലെ നിയമത് സാറും ഉണ്ട്, അവരൊക്കെയാണ് അനാട്ടമി എടുക്കുന്നത്. എന്ത് പ്രോബ്ലം നിങ്ങൾക്ക് കോളേജിൽ വന്നാലും നിങ്ങൾക്ക് പറയാൻ ഈസി ആയിട്ട് പോയി ആരടുത്ത് വേണോ പറയാനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയി. എപ്പോ വേണമെങ്കിലും വിളിക്കാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സാറിനോട് പറയാം. എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എങ്ങനെയാ മോളെ ക്ലാസ് കാര്യങ്ങളൊക്കെ? ഏത് ലാംഗ്വേജ്? ഇംഗ്ലീഷ് തന്നെയാണോ? എല്ലാം ഇംഗ്ലീഷിലാണ്. ഇങ്ങനെ ഇന്ത്യൻ ഫാക്കൽറ്റി മാത്രമാണോ അതോ ഇവിടുത്തെ ഫാക്കൽറ്റി നമുക്കുണ്ടോ? അല്ല, ഇന്ത്യൻ ഫാക്കൽറ്റീസ് മാത്രമല്ല, മോസ്റ്റ് ഓഫ് ഉസ്ബെക് ഫാക്കൽറ്റീസും ഉണ്ട്, ഇന്ത്യൻ ഫാക്കൽറ്റീസും ഉണ്ട്, എല്ലാരും കൂടെ. അപ്പൊ അതെല്ലാം പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും? എല്ലാവരും ഇംഗ്ലീഷിലാണ് മാക്സിമം പറയുന്നത്. ഇവിടെ ചില ഉസ്ബെക് ഫാക്കൽറ്റീസിനും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ മാക്സിമം നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയാലും എല്ലാം നല്ലതിലാണ്. എങ്ങനെ നിങ്ങൾ ഇവിടുത്തെ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് മനസ്സിലാക്കിയൊക്കെ തുടങ്ങിയായിരുന്നു അവർ പറയുന്നതൊക്കെ? അത് ഇങ്ങനെ മാർക്കറ്റിലാണെങ്കിൽ അങ്ങനെ ഓരോന്നും പോകുമ്പോൾ അവിടുത്തെ ഓരോ ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടും അവര് നമ്മളായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും അങ്ങനെയൊക്കെ ആകുമ്പോൾ മെല്ലെ മെല്ലെ ഇവിടുത്തെ ലാംഗ്വേജസും ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്ന് വന്നത് കൊണ്ട് കുറെ കൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടിയില്ല? ഇപ്പൊ ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക്, ഒരുപാട് പുതിയ അനുഭവങ്ങളും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ ലാംഗ്വേജിന്റെ കാര്യങ്ങളായാലും എനിക്ക് തോന്നുന്നു ഉസ്ബെക്കിസ്ഥാൻ ലാംഗ്വേജ് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫോറിൻ ലാംഗ്വേജ് ആണ് സബ്ജക്ട്. ലാംഗ്വേജസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ ക്ലാസ് എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നില്ല? ഒരുപാട് ബെനിഫിറ്റ്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും പുറത്തു പോകുമ്പോൾ നമുക്ക് ഉസ്ബെക്ക് ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇവിടുത്തെ വെതറൊക്കെ എങ്ങനെയാ വരുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു? പറ്റുന്നുണ്ട്. ഇപ്പൊ റൂമിലാണെങ്കിലും തണുപ്പാവുമ്പോ ഹീറ്റേഴ്സും, അതുപോലെ ഇപ്പൊ ചൂട് വരുമ്പോ നമുക്ക് ക്ലാസ് റൂമിലാണെങ്കിലും AC ഒക്കെ വരുന്നുണ്ട്, അഫോർഡബിൾ. ഇപ്പൊ സമ്മർ ടൈമൊക്കെ ആകുമ്പോൾ കോളേജിനകത്ത് നിങ്ങൾക്ക് AC അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വിന്റർ ടൈം ഹീറ്റർ അവൈലബിൾ ആണ്. അപ്പൊ അതൊന്നും ഒരു പ്രോബ്ലം അല്ലേ? ഓക്കെ, പിന്നെ ഫുഡിന്റെ കാര്യമൊക്കെ എങ്ങനെയാ മോളെ? ലോക്കൽ ഫുഡൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയായിരുന്നു ഇവിടുത്തെ? മോസ്റ്റ് ഓഫ് ഫുഡും ഞങ്ങൾ ഇവിടുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കുറയുന്നതാണോ നിങ്ങൾക്ക്? കുറെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അല്ലാണ്ട് ഇപ്പൊ ഹോസ്റ്റലിലെ മെസ്സൊക്കെ അവൈലബിൾ ആണല്ലോ? ഇന്ത്യൻ ഫുഡാണോ അവൈലബിൾ ആയിട്ടുള്ളത്? അതെ, ഇന്ത്യൻ ഫുഡാണ് അവൈലബിൾ. അപ്പൊ മൊത്തത്തിൽ എന്താണ് ഫർഗാനെ കുറിച്ച് പറയാനുള്ളത്? ഒരു സ്റ്റുഡന്റ് ഇപ്പൊ കേരളത്തിൽ നിന്ന് വരികയാണ്, അപ്പൊ നിങ്ങൾക്ക് എന്താണ് അവരുടെ അടുത്ത് പറയാനുള്ളത്? പറഞ്ഞു. ഇപ്പോ അബ്രോഡ് ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ഫർഗാന ചൂസ് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് പറയുന്നത്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. സീനിയേഴ്സിന്റെ അപ്രോച്ച്മെന്റ് എങ്ങനെയായിരുന്നു മോളെ? നിങ്ങൾ ഫസ്റ്റ് വന്ന ടൈം എങ്ങനെയായിരുന്നു സീനിയേഴ്സ്? അതുപോലെ തന്നെ റാഗിങ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മോസ്റ്റ് ഓഫ് ദ സീനിയേഴ്സും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ നമ്മള് ഇവിടെ തുടക്കത്തിൽ വന്നപ്പോൾ എവിടേക്കാ പോകണ്ടേ, എങ്ങനെ പോകണ്ടേ, സ്ഥലങ്ങളൊന്നും അറിയില്ല. അപ്പൊ അവരായിട്ട് നമ്മൾ കൂട്ടി കൊണ്ടുപോവാ, സ്ഥലങ്ങൾ കാണിച്ചു തരാ, പരിചയപ്പെടുത്തി തരാ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് വിളിക്കാൻ പറയാം, നമ്പേഴ്സ് ഒക്കെ തന്നിട്ട് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. പിന്നെ റാഗിങ് ഒന്നും ഈ കോളേജിൽ ഇല്ല, അതിവിടെ അലോഡ് അല്ല. റാഗിങ് ഇപ്പൊ എല്ലാം കൊണ്ടും 100% നിങ്ങൾ ഓക്കെയാണ്. അപ്പൊ മോളെ നല്ലൊരു ലൈഫ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ ഫർഗാനയിൽ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം.